ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ എല്ലാവരെയും നല്ല പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരെയായി അഭിസംബോധന ചെയ്യുന്നില്ല. ആദരണീയരും ബഹുവന്യരുമായ വന്യഗുരുക്കന്മാരെ, സദസ്സിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, അല്ലാഹു നമ്മേവരെയും സ്വീകരിക്കുമാറാകട്ടെ. അവയവമാറ്റ ശസ്ത്രക്രിയ, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം ക്ലോണിങ്ങും. അറബിയിൽ സാധാരണ നമ്മൾ ഗർസുൽ അഅ്ളാ എന്ന പദപ്രയോഗം കൂടുതൽ അനുയോജ്യമായിരിക്കും അവയവമാറ്റ ശസ്ത്രക്രിയ എന്നതിന്. പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രയോഗം കൂടുതൽ യോജിക്കും. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതുപോലെ പുതിയ ഫിഖ്ഹ് ജദീദിൽ പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള വളരെ ഹാറായ ഹസ്സാസായ ഒരു വിഷയമാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ഏതെങ്കിലും ഒരു അവയവം അതേ ശരീരത്തിൻ്റെ തന്നെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു അവയവം വേറൊരു ശരീരത്തിലേക്ക് മാറ്റി ഘടിപ്പിക്കുകയോ ചെയ്യുക, ഇതാണിവിടെ നാം അവയവമാറ്റ ശസ്ത്രക്രിയ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കർമ്മശാസ്ത്ര വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിൻ്റെ വിധിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കാരണം ചുരുങ്ങിയ സമയത്തിൽ ജാമിആയി തന്നെ അവതരിപ്പിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും കൂടുതൽ മുഖവരകളൊന്നും പറയുന്നില്ല. എന്തായാലും കർമ്മശാസ്ത്ര വിധിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. കാരണം ഇവിടെ മൗത്തുദ്ദിമാഗ്, ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് പ്രത്യേകമായി ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇത് എവിടെ അനുവദനീയമല്ല എന്നതുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ബ്രെയിൻ ഡെത്തുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ മറ്റൊന്ന് വിൽപ്പന, ദാനം, വസിയ്യത്ത് തുടങ്ങിയുള്ള ചർച്ചകളുമുണ്ട്. അത് പ്രത്യേകം സെഷനായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെല്ലാം ആവശ്യമായ ചില അനിവാര്യമായ ആമുഖങ്ങൾ നാം അറിയണം. ഒന്ന്, ഏകദേശം 15ഓളം അവയവങ്ങൾ, മനുഷ്യ ശരീരത്തിൽ 15ഓളം അവയവങ്ങളിൽ മാത്രമേ അവയവമാറ്റ ശസ്ത്രക്രിയ സാധ്യമാകുകയുള്ളൂ. ഏതവയവവും മാറ്റാമെന്നല്ല. ഹൃദയം, കിഡ്നി, കരള്, പ്ലേഹ, അന്നനാളം, പാൻക്രിയാസ്, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, എല്ല്, ഞരമ്പ്, കണ്ണിൻ്റെ കർണിയ, തോല്, സമാമാത്തുൽ ഖൽബ്, ഹൃദയവാൾവുകൾ, അതുപോലെ മജ്ജ, ഹിസിയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇങ്ങനെ തുടങ്ങിയുള്ള 25ഓളം അവയവങ്ങളിലാണ് അവയവമാറ്റ ശസ്ത്രക്രിയ സാധ്യമാകുന്നത്. ഇത് ഒന്ന്. രണ്ടാമത്, 60 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ അവയവം മറ്റൊരാളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല.
ഇത്തരം കാര്യങ്ങൾ ആമുഖമായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് വേണം ഇത് വിൽക്കാമോ, വാങ്ങാമോ, എടുക്കാമോ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ആമുഖമായി അറിഞ്ഞു വയ്ക്കണം. എന്നിട്ട് വേണം ശർഇന്റെ ഹുക്മിലേക്ക് നമുക്ക് കടക്കാൻ. ശർഇ അപകടകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് എടുത്തു ചാടാൻ ശർഇ പെട്ടെന്ന് അനുവദിക്കുന്നതല്ല. എപ്പോഴും സലാമത്ത് ഗാലിബുൽ ലന്നായിരിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമേ ശർഇ നിയമങ്ങൾ അനുവദനീയവും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇതൊക്കെ ആമുഖമായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം 60 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ അവയവം മറ്റൊരാളിൽ സ്ഥാപിക്കാൻ കഴിയില്ല. മൂന്നാമത്തത് ഹൃദയം. ഒരാളുടെ ഹൃദയം മറ്റൊരാളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ അത് എടുക്കപ്പെടുന്നത് വ്യക്തി ആരായിരിക്കണം? ബ്രെയിൻ ഡെത്ത് അഥവാ മസ്തിഷ്ക മരണം. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയമാണ് എടുത്ത് മറ്റൊരാളിൽ മാറ്റാം. അല്ലാത്ത ആളുടെ എടുക്കാൻ പറ്റില്ല. മരിച്ചുപോയ ആളുടെ ഹൃദയം, നിലച്ചുപോയ ഒരാളുടെ ഹൃദയം എടുത്ത് മറ്റൊരാളിലെത്തിയാൽ മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ മറ്റൊരാളുടെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മൗത്തു ദിമാഗ് അഥവാ ബ്രെയിൻ ഡെത്ത് അത് മരണമാണോ അല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ശർഇന്റെ വീക്ഷണത്തിൽ അത് മരണമാണോ അല്ലയോ? ബ്രെയിൻ ഡെത്ത് എന്ന ഒരു വഹ്മിയായ ഒരു സൂറത്ത് കുറേ ഡോക്ടർമാർ ചേർന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ പണക്കാർ, സമ്പന്നന്മാർ അവർക്ക് അവയവങ്ങൾ തോന്നിയതുപോലെ ക്രയവിക്രയത്തിന് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടി എന്ന് പറഞ്ഞ് നാം പറയുന്നത് ബ്രെയിനിൻ്റെ സെല്ലുകൾ നശിക്കില്ലെന്നോ, ബ്രെയിൻ മരണപ്പെടില്ലെന്നോ, ബ്രെയിൻ ഡെത്ത് ഉണ്ടാകില്ലെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനെ മരണമായി വ്യാഖ്യാനിക്കാമോ ഇല്ലയോ? ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾ അഥവാ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാൾ, അദ്ദേഹം സ്വാഭാവിക മരണം സംഭവിച്ചു, മരിച്ചു എന്ന് ശർഇന്റെ ഹുക്മിൽ വിധി എഴുതാൻ പറ്റുമോ ഇല്ലയോ? ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യും. ഇവിടെ അങ്ങോട്ട് കടക്കുന്നില്ല. എന്തായാലും ശർഇന്റെ വീക്ഷണത്തിൽ ബ്രെയിൻ ഡെത്ത് ലൈസ ബി മൗത്ത്, അത് മരണമല്ല. മസ്തിഷ്ക മരണം സംഭവിച്ച അയാൾ അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ അടക്കാനൊന്നും പറ്റൂല, കുഴിച്ചു മൂടാനൊന്നും പറ്റൂല. അത് ശർഇന്റെ വീക്ഷണത്തിൽ അത് മരണമല്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന്, നെഞ്ച് തുറന്ന് ഹൃദയം എടുക്കുക എന്നുള്ളത് കൊല്ലുന്നതിൻ്റെ സ്ഥാനത്താണ്. ആ മനുഷ്യനെ കൊല്ലുന്നതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. അപ്പം ഇത് അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പം മൗത്തു ദിമാഗ് സംഭവിച്ച ഒരാൾ അഥവാ ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിച്ചവൻ്റെ ഹൃദയം മാത്രമേ എടുത്ത് മറ്റൊരാളിൽ ഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഹൃദയം നിലച്ചുപോയ ഒരാൾ, സ്വാഭാവിക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം ഉപയോഗിക്കാൻ കഴിയില്ല. ഇതല്ലാത്ത ഹൃദയമല്ലാത്ത മറ്റവയവങ്ങൾ എന്ന് പറയുമ്പോൾ അസ്ഥി, ഞരമ്പ്, പേശികൾ തുടങ്ങിയവകളല്ലാത്ത ബാക്കിയുള്ള അവയവങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞു 25ഓളം അവയവങ്ങളെന്ന് പറഞ്ഞു. ഇതിൽ അസ്ഥി, പേശി, ഞരമ്പ് തുടങ്ങിയവകളല്ലാത്ത, അത് നമുക്ക് ഒറ്റ വാക്കിൽ എല്ലാത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് അൻസിജത്ത് എന്ന് പറയാം. നെസ്ജുകൾ അറബിയിൽ പറയുകയാണെങ്കിൽ ഔത്താറ്, ഇളാമ് എല്ലാം വരുന്നത്. പണ്ഡിതന്മാരുടെ സഭയായതുകൊണ്ട് എല്ലാം മലയാളവൽക്കരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണല്ലോ. അതുകൊണ്ട് ക്ഷമിക്കണം, എല്ലാം മലയാളവൽക്കരിക്കാൻ ചില സാങ്കേതിക പ്രയോഗങ്ങൾ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഇളാമ്, ഔത്താറ് എന്ന് വെച്ചാൽ ഔത്താർ എന്ന് പറഞ്ഞാൽ ഞരമ്പുകളൊക്കെയാണ്. ഈ ഞരമ്പുകൾ, എല്ല്, അങ്ങനെ പേശികൾ തുടങ്ങിയവകൾ ഒഴികെയുള്ള ബാക്കി ഏതെല്ലാം അവയവങ്ങൾ മാറ്റി ഘടിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നു, ഇവകളിലൊക്കെ ഒരു നിബന്ധനയുള്ളത് മരണം കഴിഞ്ഞ് ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലച്ച് 15 മിനിറ്റിനകം എടുത്തിരിക്കണം എന്നുള്ളതാണ്. മരണപ്പെട്ട ആളിൽ നിന്ന് എടുത്തിരിക്കണം. ഹൃദയത്തിൻ്റെ മിടിപ്പ്, ലറബാത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലച്ച് 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അവയവം എടുത്തിരിക്കണം. കർണിയ അങ്ങനെ തുടങ്ങിയുള്ളവകളൊക്കെ. കാരണം
ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് 15 മിനിറ്റ് കഴിയുന്നതോടുകൂടി മസ്തിഷ്കത്തിൻ്റെ സെല്ലുകൾ ഓരോന്നായി നശിക്കാൻ തുടങ്ങുകയാണ്. മസ്തിഷ്കത്തിൻ്റെ സെല്ലുകൾ ഓരോന്നായി നശിക്കുന്നതോടുകൂടി അവയവങ്ങൾ പ്രവർത്തന രഹിതമാകുകയും അതിനെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുകയും ചെയ്യും. ഇപ്പം കണ്ണ്, കിഡ്നി തുടങ്ങിയുള്ളവകളൊക്കെ ആ വിഭാഗത്തിൽപ്പെടും. മരണം സംഭവിച്ച് ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലച്ച് 15 മിനിറ്റ് മുമ്പ് എടുത്തിരിക്കണം. എന്നാൽ പേശി, എല്ല്, അതുപോലെ മറ്റ് ഞരമ്പുകൾ ഇവകൾ അങ്ങനെയല്ല. 24 മണിക്കൂറിന് മുമ്പ് എടുത്താൽ മതി. ഹൃദയം നിലച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എടുത്താലും അത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും, ഒരിക്കൽ കൂടെ ഉപയോഗിക്കാൻ കഴിയും. ഇതൊരു കാര്യം. ഇത്രയും കാര്യങ്ങൾ ഇപ്പം എടുക്കേണ്ട എത്രത്തോളം സങ്കീർണമായൊരു വിഷയമാണ് എന്നുകൂടെ നമ്മൾ അറിയണം. ഈ അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു വയറുവേദന വന്നു കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് എടുക്കുന്നത് പോലെ പെട്ടെന്ന് കഴിയുന്ന വളരെ സാധാരണമായൊരു കാര്യമല്ല, സങ്കീർണമാണത്. ഇനി അടുത്തൊരു കാര്യം, ഈ എടുക്കപ്പെട്ട അവയവം ഒരാൾ മരണപ്പെട്ട ആളുടെ ശരീരത്തിൽ നിന്നും കിഡ്നിയോ അല്ലെങ്കിൽ കണ്ണോ അല്ലെ അതുപോലുള്ള അവയവങ്ങൾ, കൽബെടുക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൃദയം എടുക്കുക എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ചവൻ്റെ ഹൃദയം മാത്രമേ മറ്റൊരാളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് യഥാർത്ഥത്തിൽ മരണമല്ല എങ്കിൽ അയാളുടെ ഹൃദയം എടുക്കുന്ന അയാളെ കൊല്ലുന്നതിന് തുല്യമാണ് താൻ. ഇനി അതല്ലാതെ ബാക്കിയുള്ള അവയവങ്ങൾ എന്ത് ചെയ്തു എടുക്കുന്നു. ഒരു ആക്സിഡൻറ്റിലോ മറ്റോ മരണപ്പെട്ടു ഒരാൾ, ഇയാളെ കൊണ്ടുവന്ന അയാൾ മരണപ്പെട്ട ഉടനെ 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് കണ്ണോ കിഡ്നിയോ അങ്ങനെയുള്ള അവയവങ്ങൾ എന്ത് ചെയ്തു എടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനകം മറ്റൊരാളിൽ എന്ത് ചെയ്യണം, അത് ചേർത്ത് ഫിറ്റ് ചെയ്ത് അതിനെന്ത് ചെയ്യണം, മാറ്റി വെച്ചിരിക്കണം എന്നുള്ളവിടെ സാധാരണ പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി സൂക്ഷിക്കാൻ കഴിയുന്ന ഓരോ അവയവങ്ങളും ഹൃദയം 5 മണിക്കൂറിനകം മറ്റൊരാളിൽ മാറ്റി വെച്ചിരിക്കണം. എടുക്കപ്പെട്ട 5 മണിക്കൂർ വരെ മാത്രമേ എത്ര ആധുനിക സൗകര്യങ്ങളോടുകൂടി സൂക്ഷിച്ചാലും അതിന് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ഹൃദയം 5 മണിക്കൂറിനകം അടുത്ത ആളിൽ മാറ്റി വെച്ചിരിക്കണം. കിഡ്നിക്ക് 72 മണിക്കൂർ ടൈമുണ്ട്, പക്ഷേ പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി സൂക്ഷിച്ചിരിക്കണം എന്ന് മാത്രം. ബിൽ അദ്വിയത്തിൽ മന്നാ, മറ്റ് യാതൊരു തരത്തിലുള്ള അണുബാധകളൊന്നും ഏൽക്കാത്ത തരത്തിൽ ആവശ്യമായ സജ്ജീകരണങ്ങളോട് കിഡ്നി 72 മണിക്കൂർ സൂക്ഷിക്കാം, കരൾ 18 മണിക്കൂർ സൂക്ഷിക്കാം, പ്ലേഹ 4 മണിക്കൂർ സൂക്ഷിക്കാം, പാൻക്രിയാസ് 20 മണിക്കൂർ സൂക്ഷിക്കാം, കണ്ണിൻ്റെ കർണിയ 10 ദിവസം വരെ സൂക്ഷിക്കാൻ കഴിയും, തോല്, എല്ല്, ഹൃദയവാൾവുകൾ തുടങ്ങിയവകൾ 5 വർഷം വരെ സൂക്ഷിക്കാൻ കഴിയും, പ്രത്യേക സൗകര്യത്തോടു കൂടി. ശരി, ഇത് ഇടയ്ക്ക് ഇതിപ്പോൾ നമുക്കിത് വലിയ ആവശ്യമുള്ള ഒരു കാര്യമല്ല ഈ മാലു. അടുത്തൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ആരുടെ അവയവമാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ അവയവം മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി വെച്ചാൽ ഫലമില്ല, എടുക്കാൻ കഴിയില്ല. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഅഖൂദ് മിൻഹു ആയ മനുഷ്യൻ, ആരിൽ നിന്നാണോ ഈ അവയവം എടുക്കപ്പെടുന്നത്, ഇദ്ദേഹം മഞ്ഞപ്പിത്തം, ക്യാൻസർ തുടങ്ങിയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച ആളോ, അല്ലെങ്കിൽ സൊഫ്രാവിയ അല്ലെങ്കിൽ സർത്താൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ, അതുപോലെ മഞ്ഞപ്പിത്തം, അല്ലെങ്കിൽ ലഹത്തുദ്ദം, ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ, അല്ലെങ്കിലോ സുക്കറുദ്ദം, ഷുഗർ, മഞ്ഞപ്പിത്തം, ക്യാൻസർ പോലെ തന്നെ മറ്റ് മാരകമായ രോഗങ്ങളൊക്കെ അതിൽ പെടുത്താം. ഇത്തരം രോഗങ്ങളൊന്നും ബാധിച്ച ആളാകാൻ പാടില്ല. അപ്പൊ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം ഒന്ന്. അതോടൊപ്പം തന്നെ അൽ മുജാദത്തു താജിയത്തുൽ ഖൽബിയ എന്ന് വെച്ചാൽ ബൈപ്പാസ് സർജറി നടത്തപ്പെട്ട ആളും ആകാൻ പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവയവം സ്വീകരിക്കാൻ പാടില്ല, അത് മറ്റൊരാളിലേക്ക് എടുത്തു വെക്കാനും കഴിയില്ല. ഇതൊക്കെ മെഡിക്കൽ സയൻസിൻ്റെ തിയറികളാണ്.
ഇത്രയും സങ്കീർണതകളോടുകൂടെയാണ് നമ്മൾ വെറുതെ ഒരു കൈ മുറിച്ചിട്ട് അപ്പുറത്ത് വെട്ടി മുറിച്ചിട്ട് അപ്പുറത്ത് തുന്നി ചേർക്കലല്ല ഇത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സങ്കീർണതകളുണ്ട്. ഇപ്പം ഇവിടെയാണ് നമുക്ക് ഷറഇൻ്റെ നിയമങ്ങൾ. ഇപ്പം ഈ ആമുഖം അടുത്ത 2-3 സെഷനുകളിലും ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം. ഇത് മെഡിക്കൽ തിയറികളാണ്. ഇത് നമ്മൾ ഷറഅ് പറയുന്നതല്ല, മെഡിക്കൽ തിയറികളാണ്. ഇത് കൂടെ മുമ്പിൽ വെച്ച് വേണം അടുത്ത സെഷനുകളിലും നാം ഷറഇൻ്റെ ഹുക്മ് ചർച്ച ചെയ്യാൻ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതിൻ്റെ 3/4 മണിക്കൂറല്ലേ സമയം എത്ര മണി വരെ? 10. അതന്നെ, അത് എത്ര മണിക്ക് നിർത്തേണ്ടത്? സമയമേ അപ്പം അത് നിർത്തേണ്ടത് 12. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അധ്യാപകൻ മൗലാന ഹമീദ് ഹസ്രത്ത് വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ അതനുസരിച്ച് വിഷയം പറയാം. ശരി ശരി ശരി. ക്ലാസ്സിൽ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹമീദ് സഹോദരങ്ങളെ ശ്രദ്ധിക്കും. മർഹബ, അഹ്ലം വസഹ്ല. ഈ അവയവമാറ്റ ശസ്ത്രക്രിയ തുടങ്ങിയത് ഏത് കാലഘട്ടം എന്നുള്ളതിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. പലതരം ചർച്ചകൾ കാണുന്നുണ്ട്. വിശ്വാസയോഗ്യമായതും അല്ലാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ താരീഖ് അവിടെ നിന്ന് തുടങ്ങി എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം, മുസ്ലിമീങ്ങൾക്കിത് പുതുമയല്ല. ആധുനിക ശാസ്ത്രത്തിൽ ഒരുപക്ഷെ പുതിയതായിരിക്കാം, ഇസ്ലാമിനത് പുതിയതൊന്നുമല്ല. ഈ ഒരവയവം ഒരു ഭാഗത്തേക്ക്, ഒരാളുടെ ശരീരത്തിൽ നിന്നും ഒരവയവം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ ഫുഖഹാക്കൾ അതിൻ്റെ നിയമം എഴുതി വെച്ചു എന്നുള്ളതാണ് അത്ഭുതം. പക്ഷേ അവർ ഗർസുൽ അഅ്ളാ എന്നോ അല്ലെ വസുലുൽ അഅ്ളാ എന്ന ഈ പേരിലല്ല അവരെഴുതിയത്. അവർ വസുലുൽ ഇളാം ഇങ്ങനെ തുടങ്ങിയുള്ള പദപ്രയോഗങ്ങളിലൂടെ ആ കാലഘട്ടത്തിൽ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിൻ്റെ നിയമങ്ങൾ വളരെ വിശദമായി എഴുതി വെച്ച് കഴിഞ്ഞു. ഈ എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ മാറ്റിവെക്കപ്പെട്ട അവയവം, ഒരു സ്ത്രീയുടെ അവയവം എടുത്ത് പുരുഷന്റെ അവയവത്തിൽ ഘടിപ്പിച്ചിട്ട് അതിൽ തൊട്ടാൽ ഒളു മുറിയുമോ ഇല്ലയോ എന്ന വിഷയം വരെ മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ എഴുതി വെച്ച് കഴിഞ്ഞു. അപ്പം ഇസ്ലാമിനത് പുത്തരിയൊന്നുമല്ല, പുതുമയുമല്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ക്ലോണിങ് വന്നപ്പോൾ ഇവിടെ ക്ലോണിങ് വിഷയമുണ്ട്. വിൽമുട്ട് ഒരു ആട്ടിൻകുട്ടിയെ ക്ലോണിങ്ങിലൂടെ എന്ത് ചെയ്തു, പ്രസവിച്ച് ഇങ്ങനെ കാണിച്ചപ്പോൾ ലോകം അത്ഭുതപ്പെട്ട് ഇതിന് എന്ത് വിധി പറയുന്നു. അപ്പോഴും മുസ്ലിമീങ്ങളായ നമ്മൾ നെഞ്ചു വിരിച്ചു പറഞ്ഞു ഇതിൻ്റെ നിയമം. അങ്ങനെ ഒരു മനുഷ്യനെ ജനിപ്പിക്കുകയാണെങ്കിൽ ആ മനുഷ്യ കുഞ്ഞിൻ്റെ വാപ്പയാര്, ഉമ്മയാര്, അവൻ ഇമാമത്ത് നിൽക്കാവോ, ഇമാമത്ത് നിൽക്കാതെ അവൻ്റെ ഇമാമത്ത് സഹിയാകുമോ, അവൻ ഖുത്ബ നിർവഹിക്കാമോ, അവൻ്റെ വാരിസ്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ മരിച്ചാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയുള്ള മുഴുവൻ നിയമങ്ങളും മുസ്ലിമീങ്ങളായ നമ്മൾ നെഞ്ചു വിരിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞത്. അതാണ് ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത്, ഇജാസ്. ഇസ്ലാമിൻ്റെ ഇജാസ് അതാണ്. അതും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിൽമുട്ട് വരുമെന്നോ ഡോളി എന്നുള്ള ഒരു ആട്ടിൻകുട്ടി ഉണ്ടാകുമെന്നോ ഇബ്നു ഹജർ അൽ ഹൈതമിക്കൊന്നും അറിയില്ലായിരുന്നു. ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ പ്രാന്തൻ വട്ടൻ എന്ന് പറഞ്ഞ് വിധി എഴുതുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആ മഹത്തുക്കൾ അവിടെ എഴുതി വെച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദമായി തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് വിധി പറയാം. എന്താ ഇവിടെ വിധി എന്നുള്ളത് അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പം എന്തായാലും
മഹാനായ ഇമാം ഷബ്റാ മല്ലിസി തൻ്റെ ഹാഷിയത്തുൻ നിഹായ 1-ാം ഭാഗം 427 പേജിലും, അതുപോലെ മഹാനായ അബ്ദുൽ ഹമീദ് ഷിർവാനി ഹാഷിയത്തു തുഹഫ 1-ാം ഭാഗം 126 പേജിലും പറയുന്നു, ഇന്ന അൽമ നഫ്സിഹി ലാ യംതനിഉ വസ്ലുഹു ബിഹി വഇൻ കാന മിൻ ഗൈരി മഹല്ലിൽ വസ്ലി. അവയവമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച്, ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? എടുത്ത് വെച്ച് തുന്നിപ്പിടിപ്പിക്കുക, അതന്നല്ലേ? ഈ മറ്റൊരു ഭാഗത്ത് എടുത്ത് വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്നതിനാണല്ലോ എന്ത് ചെയ്യുന്നത്? ശസ്ത്രക്രിയ. കീറി മുറിച്ചൊക്കെ എന്ത് ചെയ്യുക? തുന്നിപ്പിടിപ്പിക്കുക. ഈ പരിപാടി, ഇതിനെക്കുറിച്ച് വളരെ എത്ര ഭംഗിയായാണ് മഹാനായ ഷെർവാനി, ഇമാം ഷെർവാനിയും അതുപോലെ അബ്ദുൽ ഹമീദ് ഷബ്റാ മല്ലിസി ഇമാമൊക്കെ പറയുന്നു. നോക്കിയേ, ഇന്ന അൽമ നഫ്സിഹി ലാ യംതനിഉ വസ്ലുഹു ബിഹി വഇൻ കാന മിൻ ഗൈരി മഹല്ലിൽ വസ്ലി. ആദ്യം പറയുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു അവയവം അതേ ശരീരത്തിൽ തന്നെ മറ്റേതെങ്കിലും ഭാഗത്ത് ഘടിപ്പിക്കുന്നത്, അത് ലാ യംതനിഉ വസ്ലുഹു ബിഹി, കുഴപ്പമൊന്നുമില്ല, ഘടിപ്പിക്കാം. അവയവ മാറ്റം, ഒരു മനുഷ്യൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു അവയവം മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക? നഖ്ല് ചെയ്യുക, അഥവാ മാറ്റി ശസ്ത്രക്രിയ ചെയ്ത് ഘടിപ്പിക്കുക. ഇത് കുഴപ്പമൊന്നുമില്ല. കാൻ വസല അളുമയതിഹി, കയ്യിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, അളുമെന്ന് പറഞ്ഞാൽ എല്ലുന്ന, ഇവിടെ എല്ല് പറയുമ്പോൾ അതോടുകൂടി ബാക്കിയുള്ളതെല്ലാം അതിൽ പെട്ടുപോയി. ബിശൈഇൻ മിൻ അൽമി റിജ്ലിഹി, കയ്യിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗം കാലിൽ പിടിപ്പിച്ചു, അല്ലെ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കയ്യിൽ പിടിപ്പിച്ചു, കുഴപ്പമില്ല. ഇപ്പം ഇത് ഒരു ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ മറ്റൊരാൾ, ഇപ്പോൾ നമുക്കിവിടെ വിഷയം അതല്ല. ഇവിടെ വിഷയം വരും, കാരണം തുടയിൽ നിന്ന് ഞരമ്പെടുത്ത്, തുടയിൽ നിന്ന് ഞരമ്പെടുത്ത് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഹൃദയത്തിൻ്റെ ഭാഗങ്ങളിൽ രക്തഓട്ടത്തിനും മറ്റും ഘടിപ്പിക്കേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ കയ്യിൻ്റെയോ കാലിൻ്റെയോ ഞരമ്പുകൾ മുറിച്ചെടുക്കേണ്ടി വരും. ഇതൊക്കെ ഈ ഘടത്തിൽപ്പെടും. ഇതൊക്കെ അനുവദനീയമാണ്. നിബന്ധനയുണ്ട് കേട്ടോ, നിബന്ധന ലാസ്റ്റ് പറയാം. എപ്പോൾ അനുവദനീയം? നിരുപാധികം അനുവദനീയം എന്ന് പറയാൻ കഴിയില്ല, അതിൻ്റെ നിബന്ധനയുണ്ട്. അതുപോലെ മറ്റ് ഇബ്നു ഹജർ റഹ്മഹുല്ലാ പറയുന്നു, അടുത്തത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹഫയിൽ 2-ാം ഭാഗം 125 പേജിൽ, വലൗ വസല മഅസൂമുൻ, ഇടയിൽ ഷെർഹാണ്, മത്തിന് കഴിഞ്ഞ് അത്യാവശ്യം ആവശ്യമുള്ള ഭാഗം, അൽമഹു ബിനജസിൻ ലിഫഖദി ത്വാഹിരി ഫമഅദൂർ. ഇത് മത്തിന് മിൻഹാജിൻ്റെ ഇബാറത്താണ്. ഒരു മഅസൂമായ, മഅസൂം എന്ന ശറഇൽ ഇഹ്തിറാം, പവിത്രത നൽകപ്പെട്ട ഒരാൾ, ആരുടെ രക്തത്തിനും ജീവനും ശറഅ് പവിത്രത കൽപ്പിച്ചിട്ടുണ്ടോ, സംരക്ഷണം നൽകിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരാൾ. ഇതാ പറയുന്നതിൻ്റെ ഉദ്ദേശം. മഅസൂം ഒരാൾ ശറഇൽ പവിത്രത കൽപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ജീവന് സംരക്ഷണം നൽകപ്പെട്ട ഒരാൾ തൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിൽ വേറെ ഏതെങ്കിലും ഒരു അവയവം തൻ്റെ ശരീരത്തിൽ നിന്നല്ല, പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു അവയവം എടുത്ത് തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു. ആ അവയവം നജസാണെങ്കിലും ശരി, അതാണ് പിന്നെ നജസാണെങ്കിലും ശരി, നജസാണെങ്കിലും ശരി, അതെടുത്ത് തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു. അത് നിർമ്മിത അവയവമാകാം, ഇപ്പോൾ പുതുതായി നിർമ്മിക്കപ്പെടുന്ന പ്രത്യേക കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന അവയവങ്ങളുണ്ട്, ഈ അവയവമാകാം. അതല്ലെങ്കിലോ മറ്റേതെങ്കിലും മൃഗങ്ങളുടെയാകാം. നജസാണെങ്കിലും എന്ന് പറയുന്നവിടെ കൽബ് പെട്ടു, ഖിൻസീർ പെട്ടു, എല്ലാം പെട്ടു. അപ്പൊ ഇങ്ങനെ ഒരുവൻ മറ്റൊരു ജീവിയുടെ അവയവം എടുത്ത് തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ ഫമഅദൂറുൻ ഫതസിഹു സലാത്തുഹു ലിദ്ദറൂറ, അവൻ മഅദൂറാണ്, അവൻ്റെ ഉദർ അംഗീകരിക്കപ്പെടും. അവിടെയും അനുവദനീയം എന്ന് കിട്ടി. പക്ഷെ ഇവിടെ മനുഷ്യൻ്റെ അവയവം എടുക്കാമോ എന്നുള്ളത് ഇവിടെ ഇതുവരെ നമ്മൾ ഇതിൽ വന്നിട്ടില്ല. ഒരാളുടെ കിഡ്നി മാറ്റിയാൽ മാറ്റും, ഇതാണ് നമ്മുടെ ചർച്ചയുടെ കാതലായ ഭാഗം അവിടെയാണ്. പക്ഷെ അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ കാര്യം മറ്റൊരു ഭാഗത്ത് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി നിഹായയിൽ 2-ാം ഭാഗം 22-ാം പേജിൽ ഇമാം റംലി റഹ്മഹുല്ലാ പറയുന്നു, ഫലൗ വജദ നജസൻ യസ്ലഹു
വഅളുമ ആദമിയ്യിൻ കദാലിക വജബ തഖ്ദീമുൽ അവ്വൽ. വജബ തഖ്ദീമുൽ അവ്വൽ. തൻ്റെ ശരീരത്തിൽ ഒരു അവയവത്തിന് ഭംഗം വന്നു, ഒരു അവയവത്തിന് കുഴപ്പം വന്നു. ഈ സ്ഥാനത്ത് മറ്റൊരവയവം ഘടിപ്പിക്കണം. ഘടിപ്പിക്കുന്നവിടെ മനുഷ്യ അവയവവുമുണ്ട്, അതിൽ ഒരു മൃഗത്തിൻ്റെ നജസായ മൃഗത്തിൻ്റെ അവയവമുണ്ട് എങ്കിൽ മനുഷ്യ അവയവത്തേക്കാൾ ആ നജസിന് മുൻഗണന നൽകണം എന്ന് ഇമാം റംലി റഹ്മഹുല്ലാ പറഞ്ഞവിടെ ഇമാം ഷബ്റ മല്ലിസി എഴുതുന്നു. ഇവിടെ നിന്നും മനസ്സിലാകുന്നു യുഫ്ഹിമു ഈ പറയപ്പെട്ടത് മനസ്സിലാക്കി തരുന്നു. അന്നഹു ലൗലം യജിദ് ഇല്ലാ അളുമൽ ആദമിയി വസലബിഹി. മനുഷ്യ അവയവം മാത്രമേ തനിക്ക് യോജ്യമാകൂ എങ്കിൽ അപ്പൊ മനുഷ്യ അവയവം ഉപയോഗിക്കാം. ലൗലം യജിദ് ഇല്ലാ അളുമൽ ആദമിയി വസലബിഹി. അപ്പൊ മനുഷ്യ അവയവം ഉപയോഗിക്കാം. അപ്പൊ മറ്റൊരു മനുഷ്യന്റെ കണ്ണെടുത്ത് തനിക്ക് ഫിറ്റ് ചെയ്യാം, മറ്റൊരാളുടെ കിഡ്നി തനിക്ക് ഫിറ്റ് ചെയ്യാം, മറ്റൊരാളുടെ ആമാശയം തനിക്ക് ഫിറ്റ് ചെയ്യാം, മറ്റൊരാളുടെ കുടൽ തനിക്ക് ഫിറ്റ് ചെയ്യാം, മറ്റൊരാളുടെ എല്ല്, മറ്റൊരാളുടെ ഞരമ്പ്, ഇതെന്തോ ആയിക്കോട്ടെ. ഇനി ഏത് അവയവം പാടില്ല എന്നുള്ള ഇൻഷാ അല്ലാഹ് അതിന് ശേഷം അടുത്ത ചർച്ച വരും. ഇപ്പം എന്തായാലും കഴിയാവുന്ന 25ഓളം അവയവങ്ങൾ, ഈ അവയവങ്ങൾ മറ്റൊരാളുടെയും എടുത്ത് തനിക്ക് ഫിറ്റ് ചെയ്യാം. എല്ലാത്തിനും നിബന്ധനയുണ്ട്. മുബീഹു തയമ്മും, ഇതാണ് എല്ലാത്തിനും നിബന്ധന. വെറുതെ തോന്നിയതുപോലെ എന്ത് ചെയ്യില്ല. പ്ലാസ്റ്റിക് സർജറി എന്തിനു വേണ്ടി? വെറും തജമ്മുൽ, വെറും ഒരു തജമ്മുൽ മാത്രം, ഭംഗി. നമ്മൾ മുഖവും മറ്റൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാണ്ടല്ലോ, നല്ല ഭംഗി നിലനിർത്താൻ വേണ്ടിയും മറ്റുമൊക്കെ. ഇത് പറ്റൂല. ഇതിവിടെ മുബീഹു തയമ്മും ഒന്നുമില്ല. അപ്പം അവിടെ ശറഅ അതിനെ അനുവദിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചില്ല, നബിയെ, എൻ്റെ മകളുടെ തലയിങ്ങനെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുക, ഇവളിങ്ങനെ മുടി പൊഴിഞ്ഞുകൊണ്ട്, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഭർത്താവിന് അവളെ കാണുമ്പോൾ ഇഷ്ടമില്ലാതാകും. അതുകൊണ്ട് ഇവള് അഫ തസിലു ഷഅറഹ, ഹെയർ ഫിക്സിങ്, നമ്മൾ നേരത്തെ ഇൻഷാ അല്ലാഹ് ഈ മുടി വസ്ലു ഷഅർ, മുടിയെന്ന് വേറെ ഒക്കെ വെച്ച് ഒന്ന് പിടിപ്പിച്ചാൽ അവളുടെ കുടുംബജീവിതം ഭദ്രമാകും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്ത് അടിച്ചു പിരിയും. കാരണം കെട്ടിയോനിക്ക് ഭാര്യയെ കണ്ടാൽ ഇഷ്ടപ്പെടൂല. അവൾ നമുക്ക് തന്നെയാണ് കെട്ടിയോ ഭാര്യമാർ മൊട്ടച്ചികളാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? അപ്പൊ ആ കുടുംബ ബന്ധം ഭദ്രമാക്കുന്നതിന് വേണ്ടി ഈ വസ്ലു ഷഅർ അനുവദിച്ചുകൂടെ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പാടില്ല. തങ്ങൾ പറഞ്ഞു പാടില്ല. ലഅനല്ലാഹു മൻ വസലഹ. അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ് ചെയ്തത്. മഹാന്മാരായ സഹാബത്ത് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാലി അൽഅനു മൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ ശപിച്ചവരെ ഞാൻ എന്തുകൊണ്ട് ശപിച്ചുകൂടാ എന്നൊക്കെയാണ് ഹദീസിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ വെറും തജമ്മുൽ എന്ന് വെച്ചാൽ സൗന്ദര്യവർദ്ധന, സൗന്ദര്യമുണ്ടാക്കുക, ഇത്തരം ആവശ്യങ്ങൾ, ഇവകൾക്ക് വേണ്ടി ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഘടിപ്പിക്കുകയോ മറ്റൊരാളുടെ ഘടിപ്പിക്കുകയോ പാടില്ല. എന്നാൽ ശറഅ അനുവദിച്ചിട്ടുണ്ട്. തയമ്മും അനുവദനീയമാകുന്ന കാരണങ്ങൾ എന്ന ഒരു പരിധി ശറഅ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ശറഅ അനുവദിക്കും. എന്താ തയമ്മും അനുവദനീയമായ കാര്യങ്ങൾ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തയമ്മും അനുവദനീയമായ കാര്യങ്ങൾ ശരീരത്തിൻ്റെ അകത്തോ ശരീരത്തിൻ്റെ പുറത്തുള്ള ഷൈനു ഫാഹിഷ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായ തരത്തിലുള്ള എന്തെങ്കിലും അടയാളങ്ങൾ, വികൃതമായ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. കാണാൻ വൃത്തികേടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിലോ ഒരവയവത്തിൻ്റെ പ്രവർത്തനം തന്നെ ഇല്ലാതായി പോകും. ഇങ്ങനെയൊക്കെ ഭയപ്പെടുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിലും തൈമം ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറയപ്പെട്ട അത്യാവശ്യമായ ലറൂറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യപാനവും പന്നിമാംസവും അനുവദനീയമാക്കപ്പെടുന്ന ഇൽത്തിറാർ എന്നുള്ള അർത്ഥത്തിലേക്കല്ല പോകുന്നത്. ആ അർത്ഥമല്ല നമ്മളിവിടെ പറയുന്നത്. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ എന്ന് പറയുന്നത് അത് വേറെ ഘട്ടം. ആ ഘട്ടത്തിലേക്കല്ല ഇവിടെ പോകുന്നത്. ഇവിടെ ലറൂറത്ത് എന്ന് പറഞ്ഞാൽ മുബീഹു
ഏത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടതില്ല തൈമം ചെയ്തോളീൻ എന്ന് ശർഅ് പറഞ്ഞിട്ടുണ്ട്. ആ പരിധിയിൽ നിൽക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി അവയവമാറ്റം അനുവദനീയമാണ്. ഇത് ശർഅ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു വന്നത് എന്താ? മനുഷ്യ അവയവവും ഘടിപ്പിക്കാം, പക്ഷെ മുബീഹു തൈമം ഉണ്ടാകണം എന്നല്ലേ. പക്ഷെ ചില കിതാബുകളിൽ മനുഷ്യ അവയവം ഒരു കാരണവശാലും ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ ഘടിപ്പിക്കാൻ പാടില്ല എന്ന് കൽയൂബിയിലൊക്കെ കാണാൻ കഴിയും. കൽയൂബിയിൽ മാത്രമല്ല, ഹനഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിലും അത് കാണാൻ കഴിയുന്നുണ്ട്. ഹനഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിലും അത്തരത്തിലുള്ള ഇബാറത്തുകൾ കാണാൻ കഴിയുന്നുണ്ട്. ലാ ഇബ്റത ബിവുജൂദി അളിമിൽ ആദമിയി വലൗ ഹർബിയൻ ലഅന്നഹു മംനൂഉൽ വസ്ൽ ബിഹി മുത്ലഖൻ ലിഹ്തിറാമിഹി. അവയവമാറ്റം പറ്റും, പക്ഷേ ഏതെങ്കിലും ജീവികളുടെയോ മറ്റുമൊക്കെ ആണെങ്കിൽ പറ്റും. ഒരു മനുഷ്യൻ്റെ അവയവം മറ്റൊരു മനുഷ്യനിലേക്ക് മാറ്റിഘടിപ്പിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഷെർവാനിയിലും അതുപോലെ അലിയു ഷബ്ര മല്ലിസി റഹ്മത്തുള്ളാഹിയുടെ ഹാഷിയയിലും മൻഹജിൻ്റെ ഹാഷിയ ബുജൈരിമിയിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നു. കൽയൂബിയിലൊക്കെ ഉണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം തീരെ മനുഷ്യ അവയവം ഘടിപ്പിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത് ഫമഅനാഹു, ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഹൈസു വജദ മാ യസ്ലഹു ലിത്തജബ്ബുർ മിൻ ഗൈരിൽ ആദമി. എന്ന് വെച്ചാൽ മനുഷ്യ അവയവം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കൃത്രിമ അവയവങ്ങളോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ അവയവങ്ങളോ നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായി ലഭ്യമാണ്. അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, വലിയ വില കൊടുക്കേണ്ട, അതിനുവേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായി തന്നെ മറ്റുള്ള കൃത്രിമ അവയവമോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ അവയവമോ ലഭ്യമാണെങ്കിൽ അപ്പം മനുഷ്യ അവയവത്തിലേക്ക് പോണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഇന്ന് കൃത്രിമ അവയവം വാങ്ങുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വരിക്കുന്നതാണ്. മാത്രമല്ല, മൃഗങ്ങളുടെ അവയവങ്ങൾ ഒരിക്കലും പൂർണ്ണമായ ഒരു പരിഹാരമാകുന്നില്ല. ആട്ടിൻ്റെ കണ്ണെടുത്ത് വെച്ചിട്ട് നമ്മുടെ കണ്ണിൽ വെച്ചത് കൊണ്ടൊന്നും എന്തില്ല, നമ്മുടെ കണ്ണിൻ്റെ ഇത് ക്ലിയർ ആകണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇപ്പോൾ ഹൈസു ലം യജിദ്, മറ്റൊന്നും കിട്ടാത്ത സന്ദർഭത്തിൽ ആദമിയുടെയും മനുഷ്യ അവയവങ്ങളും നമുക്കെടുത്ത് ഘടിപ്പിക്കാം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് മനുഷ്യ അവയവം ഘടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൈസു വജദ മാ യസ്ലഹു ലിത്തജബ്ബുർ മിൻ ഗൈരിൽ ആദമി എന്നാണ് അർത്ഥം എന്ന് ഷെർവാനി 2-ാം വാള്യം 126-ാം പേജിലും നിഹായ 2-ാം വാള്യം 22-ാം പേജിലും ബുജൈരമി അൽ മൻഹജ് 1-ാം ഭാഗം 239-ാം പേജിലും കാണാം. ഇത് ഷാഫിഈ മദ്ഹബ് അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഹനഫി മദ്ഹബിൻ്റെ നിയമവും ഇതിൽ വിഭിന്നമൊന്നുമല്ല. ഹനഫി മദ്ഹബിൻ്റെ ചില കിതാബുകളിൽ ഇങ്ങനെ കാണാൻ കഴിയും, ലാ യജൂസുൽ ഇൻതിഫാഉ ബിശൈഇൻ മിൻ അജ്സാഇൽ ആദമി. ഇത് ഹനഫി മദ്ഹബിൻ്റെ ചില കിതാബുകളിൽ കാണാൻ കഴിയുന്നതാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗവും മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. അത് മുടിയായാലും ശരി, നഖമായാലും ശരി, കിഡ്നി ആയാലും ശരി, കണ്ണായാലും ശരി, എല്ലായാലും ശരി, പേശിയായാലും ശരി, ഞരമ്പായാലും ശരി, എന്തോ ആകട്ടെ, മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗവും മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. ലാ യജൂസുൽ ഇൻതിഫാഉ ബിശൈഇൻ മിൻ അജ്സാഇൽ ആദമി തുടങ്ങി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഹനഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും മഹാനായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അസിയറുൽ കബീർ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലെ പദപ്രയോഗങ്ങൾ വിശദമായി എടുത്തു നോക്കുമ്പോൾ കുഴപ്പമില്ല. ഈ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞുള്ള നിബന്ധനകളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ, മുബീഹു തൈമൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് പാടില്ല എന്ന് പറഞ്ഞത്. അതേസമയത്ത് ഇത്തരം നിർബന്ധ സാഹചര്യങ്ങളിൽ തദാവി ബിഹിമ, അത്തദാവി ബിഹിമ, അവിടെ പാടില്ല എന്നതിന് മുഹമ്മദ് റഹ്മത്തുള്ളാഹി പറയുന്ന കാരണം ഫഇന്നഹു ലാ യുംകിനു തദാവി,
മനുഷ്യ അവയവം കൊണ്ട് ചികിത്സ സാധ്യമല്ല, അതുകൊണ്ട് പാടില്ല. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ അവയവം കൊണ്ട് ചികിത്സ സാധ്യമല്ല, അതുകൊണ്ട് പാടില്ല. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ അങ്ങനെ എന്ത് ചെയ്യാം, സാധ്യമല്ല എന്നുള്ളൂ. ഇന്ന് മനുഷ്യ അവയവം കൊണ്ട് ചികിത്സ സാധ്യമാണ്. അപ്പം അവിടെ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ലായുംകിനു തദാവി എന്ന കാരണമായതുകൊണ്ടും അത് വെച്ചുകൊണ്ട് തന്നെ പിൽക്കാല പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഇല്ലത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണപ്രകാരവും അവയവ മാറ്റ ശസ്ത്രക്രിയ അനുവദനീയമാണ്, തയമ്മും അനുവദിക്കുന്ന അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ഒഴിവാക്കാൻ വേണ്ടി. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ വിഷയത്തിൽ ഇവിടെ ബുക്ക്, ഈ ലേഖനം മൊത്തം ഇവിടെ എന്താ അതിൻ്റെ പേര്, തുഹഫത്തുൽ ബാക്കവിയ്യീൻ. തുഹഫത്തുൽ ബാക്കവിയ്യീൻ എന്ന പേരിൽ എന്ത് ചെയ്ത് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സമയത്തിൽ ബന്ധിതമായിക്കൊണ്ട് ചുരുങ്ങിയ നിലയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫുഖഹാക്കളുടെ ഗ്രന്ഥം മാത്രമല്ലാതെ ഇപ്പോൾ നമ്മൾ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ചില ഉദ്ധരണികളാണ് പറഞ്ഞു. ഇനി കിതാബ് സുന്നത്തിൽ നിന്നുമുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ദലായിലുകൾ, ഖുർആനിൽ നിന്ന് ഖുർആനിൽ ഏത് ആയത്തിലൂടെയാണ് ഇത് അനുവദനീയം എന്ന് കിട്ടുന്നത്, ഹദീസിൽ ഏത് ഹദീസിലൂടെയാണ് ഇത് അനുവദനീയം എന്ന് കിട്ടുന്നത് തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ആ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലുണ്ട് ആ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ്. പിന്നെ സമയം നിർത്താൻ സമയമായ അപ്പോൾ ക്ലോണിങ് മതിയല്ല, ശരി ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ അനുവദനീയം എന്ന് പറഞ്ഞവിടെ ഒരു ഇസ്തിസ്നയുണ്ട്. ഇസ്തിസ്ന പറയാതെ വെറും മുസ്തസ്നയായി മാത്രം പറഞ്ഞു പോയാൽ കുഴപ്പമാണല്ലോ. ശരി ഇൻഷാ അല്ലാഹ്. ഇസ്തിസ്ന പറയാതെ വെറും മുസ്തസ്ന മിന്നു മാത്രം പറഞ്ഞിട്ട് പോകാൻ പറ്റൂലല്ലോ. ലൈംഗിക അവയവങ്ങൾ മാറ്റി ശസ്ത്രക്രിയ നടത്താൻ പാടില്ല. ഇന്നമാ യജൂസു ഗർസുൽ അഅ്ളാ ഫീ ഗൈരിൽ അഅ്ളാഇൽ ജിൻസിയ്യ. ഇപ്പം ലൈംഗിക അവയവങ്ങൾ അല്ലാത്ത അവയവങ്ങളെക്കുറിച്ചാണ് അത് പറ്റും മുബീഹത്തയ്യമം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. ലൈംഗിക അവയവങ്ങൾ എന്ന് പറയുന്നത് എന്താ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിസിയത്ത്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അണ്ഡവാഹിനി കുഴൽ, അതുപോലെ അണ്ഡം, പിന്നെ അണ്ഡപാത്രം തുടങ്ങിയുള്ളവകൾ, ഇതൊക്കെയാണ് ലൈംഗിക അവയവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സാധാരണ ലൈംഗിക അവയവം എന്ന് പറയുമ്പോൾ സാധാരണ ഉദ്ദേശിക്കുന്ന ആൺ പെൺ വേർതിരിച്ചുള്ള ഈ ലൈംഗിക അവയവങ്ങൾ നേരിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇന്നേവരെ എന്ത് ചെയ്തിട്ടില്ല, ശാസ്ത്രജ്ഞന്മാരത് മാറ്റിവെച്ച് വിജയിച്ചിട്ടില്ല. മാത്രമല്ല അത് മാറ്റിവെച്ചത് കൊണ്ട് വലിയ ഫലവുമില്ല. പിന്നെ അത് പൊതുവെ ഫാഹിഷായതുകൊണ്ടും അത് മറ്റൊരു സിനായുടെ മറ്റൊരു ഭാഗമായിട്ട് വരും അത് എന്നുള്ളതിൻ്റെ പേരിൽ അതിലേക്ക് ചർച്ച കിടക്കുന്നില്ല. ഒരാളുടെ ഹിസിയത്ത് മറ്റൊരാളിലേക്ക് മാറ്റിവെക്കാൻ പാടില്ല. ഒരു പുരുഷൻ്റെ ഹിസിയത്ത് മറ്റൊരാളിലേക്ക് മാറ്റിവെക്കാൻ പാടില്ല. കാരണം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇത് വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരുമെങ്കിലും യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബ് എന്ന് ഖുർആൻ പറയുന്ന തരീബത്തിൻ്റെയും സുൽബിൻ്റെയും ഒക്കെ അർത്ഥം എന്താണെന്ന് കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. സുൽബെന്ന് പറഞ്ഞാൽ നട്ടല്ലും മുതുകല്ലും നെഞ്ചല്ലും എന്ന് തന്നെയാണ് അർത്ഥം എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഈ കടിപ്രദേശം, ആയുർവേദ ശൈലിയിൽ പറഞ്ഞാൽ കടിപ്രദേശം, ഈ കടിപ്രദേശം എന്ന് പറയുന്നത് ഇടുപ്പ്. ഈ ഇടുപ്പിൻ്റെ ഇടയിലുള്ള രണ്ട് ഭാഗങ്ങളാണ് ഏത് സുൽബും തറായിബും. യഥാർത്ഥത്തിൽ ബീജവും അതുപോലെ പിന്നെ ബീജം വേറെ, പിന്നെന്താണ്, അണ്ടമല്ല, ബീജം അണ്ടമല്ല, ശുക്ലം വേറെ. ശുക്ലം വേറെ, ബീജം വേറെ, രണ്ടും ഒന്നല്ല. ഇപ്പം ശുക്ലം ഉത്ഭവിക്കുന്നത് സുൽബിൽ നിന്നാണെങ്കിൽ ബീജം ഉത്ഭവിക്കുന്നത് ഹിസിയത്തിൽ നിന്നാണ്.
ഈ ഹിസിയത്ത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഹിസിയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജം അത് ഒഴുകി പോകുന്നതിന് വേണ്ടി ശുക്ലം അവിടെ നിന്ന് തതഫുക്കോടുകൂടി കുതിച്ച് താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങ് ഒഴുകിപ്പോയി അണ്ഡവുമായിട്ട് എന്ത് ചെയ്യലാണ്, പുരുഷൻ്റെ ഈ അണ്ഡവുമായിട്ട് സംയോജിക്കലാണ്. അങ്ങനെ സംയോജിക്കുമ്പോഴാണ് അത് സിക്താണ്ഡവുമായിട്ടൊക്കെ മാറുന്നത്. ഈ ബീജം ഉണ്ടല്ലോ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജം ഏകദേശം 4 മാസത്തോളം എന്ത് ചെയ്യുക, മരണപ്പെട്ടതിന് ശേഷവും ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ഈ ബീജം അങ്ങനെ എന്ത് ചെയ്യും, നിലനിൽക്കും, നശിക്കാതെ നിലനിൽക്കും. ഹിസിയത്തിൽ നശിക്കാതെ നിലനിൽക്കും. മരണം സംഭവിച്ചാലും ഒരാൾ പ്രത്യേകമായ സജ്ജീകരണത്തോടുകൂടി എന്ത് ചെയ്ത് എല്ലാം മരുന്നുകളൊക്കെ വെച്ച് സൂക്ഷിച്ചാൽ തന്നെ 4 മാസം വരെ ഈ ബീജം നശിക്കാൻ നിലനിൽക്കുന്ന. അതുകൊണ്ടാണ് മുത്തവഫാൻഹ സൗജുഹായ്ക്ക് 4 മാസം 10 ദിവസം പടച്ചവൻ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവളുടെ ശരീരത്തിനകത്തേക്ക് പോകുന്ന കോടിക്കണക്കിന് ബീജങ്ങൾ, ഒരു തുള്ളി ശുക്ലത്തിൽ ഉണ്ടാകുന്ന 1-2 ബീജമല്ലല്ലോ, കോടിക്കണക്കിന് ഇത്. അതിൽ 1-2 മാത്രമാണ് അണ്ഡവുമായി സംയോജിച്ച് സിക്താണ്ഡമായി കുട്ടികളായി മാറുന്നതെങ്കിൽ ബാക്കിയുള്ള ഈ ബീജങ്ങളൊക്കെ അണ്ഡത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. ചിലപ്പോൾ 4 മാസം കഴിയും മുഴുവനും നശിച്ചു കഴിയാൻ. ഇതൊക്കെ കൊണ്ടാണ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ 4 മാസം 10 ദിവസം ഇരിക്കണം എന്നൊക്കെ ഷറഅ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഹിസിയത്ത് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ ഇവൻ്റെ ബീജമാണോ അവൻ്റെ ബീജമാണോ ഇഖ്തിലാത്തുൻ നസ്ലുണ്ടാവും. അതുപോലെ തന്നെ അണ്ഡവാഹിനി കുഴൽ മാറ്റിവെക്കുമ്പോഴും ഇഖ്തിലാത്തുൻ നസബ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സാധാരണ ഈ ലൈംഗിക അവയവങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല. ഇനി അടുത്ത് ക്ലോണിങ്ങിലേക്ക് വന്ന് ചുരുക്കി പറയുകയാണ്. അതിന് അറബിയിൽ നമ്മൾ പറയുകയാണ് അൽ ഇസ്തിൻസാഹ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. മറ്റ് പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്തിൻസാഹ് ഏറ്റവും ഉചിതമായത് അതാണ്. ഇസ്തിൻസാഹിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറയാം. ചുരുക്കിയ ഒരു രൂപം പറയാം. മനുഷ്യ അവയവം ഉണ്ടല്ലോ, മനുഷ്യ അവയവം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ സെല്ല്. കോശം വലിയ അത്ഭുതകരമാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നോക്കിക്കൂടെ, നിങ്ങൾക്ക് പടച്ചവനെ മനസ്സിലാക്കാൻ. ഒരു വലിയ രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് തുല്യമാണ് വെറും സൂചി മുനയുടെ അളവിനോട് പോലും തുല്യപ്പെടുത്താൻ കഴിയാത്ത, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ കോശത്തിൻ്റെ അവസ്ഥ. ഏറ്റവും പുറകിൽ ഒരു വലിയ കോട്ടമതിലിനകത്തൊരു കിടങ്ങ്, ശേഷം ഒരു കിടങ്ങ്, അതിനുശേഷം വീണ്ടും ഒരു കോട്ട, അതിനുശേഷം പവർ ഹൗസ്, എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാൻ പവർ എത്തിക്കാനുള്ള പവർ ഹൗസ്. ഇതിനിടയ്ക്ക് ഈ അസംസ്കൃത വസ്തുക്കൾ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. ഇത് ഒരു സാധാരണ ഇതിനകത്താണ്. ഇതെല്ലാം കോട്ട കടന്ന് സുരക്ഷാ വേലികൾ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ മധ്യത്തിലായിട്ടുണ്ടാകുന്ന ക്രോമസോൺ. ഈ ക്രോമസോൺ അതിൽ DNA-യും RNA-യും അടങ്ങുന്നവകൾ. ഇവിടെയാണ് അതിൽ DNA മാറ്റിയിട്ടൊക്കെ ചെയ്യുന്നത്. ശരി, ഈ ക്രോമസോണിൽ ലൈംഗിക അവയവങ്ങളിൽ അല്ലാത്ത ഹിസിയത്ത് തുടങ്ങിയുള്ള നമ്മൾ മുബയ്യില പറഞ്ഞാൽ എന്താ, അണ്ഡവാഹിനിക്കുഴൽ. അപ്പം അണ്ഡവാഹിനിക്കുഴലും അതുപോലെ ഹിസിയത്തും ഇതിലല്ലാത്ത ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കോശങ്ങളിലും ഉണ്ടാകുന്നത് ഒരു സെല്ലിൽ 23 ക്രോമസോം ഉണ്ടാവും. ഒരു സെല്ലിൽ 23 ക്രോമസോമുകൾ ഉണ്ടാവും. ബാക്കി 46, 23 രണ്ടും പുരുഷൻ്റെയും സ്ത്രീയുടെയും രണ്ടും കൂടെ ചേർന്നാണ് മൊത്തത്തിൽ 46 ക്രോമസോമുകൾ ഈ ലൈംഗിക അവയവം അല്ലാത്ത ബാക്കി ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ഉണ്ടാവും. 46 ക്രോമസോം. ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാൻ 46 ക്രോമസോണാണ് ആവശ്യം. 46 ക്രോമസോൺ ഉണ്ടാകണം. അതിലൂടെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. ഇതിൽ 46 ക്രോമസോൺ ഓരോ സെല്ലിലും ഉണ്ടാവും. ലൈംഗിക അവയവങ്ങളിൽ പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി അവിടെ ഒരു സെല്ലിൽ 23 ക്രോമസോണേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് പുരുഷ സ്ത്രീ സങ്കലനത്തിലൂടെ ഇപ്പം രണ്ടും കൂടെ ഈ 23-ഉം ആ 23-ഉം കൂടെ ചേരുമ്പോൾ 46 കുട്ടി ജനിക്കുന്നു. ലൈംഗിക അവയവം അല്ലാത്തവിടെ 46 ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലൈംഗിക അവയവം അല്ലാത്ത ഭാഗത്തുനിന്ന് ഒരു സെല്ലെടുത്തു.
സെല്ലെടുത്തു കഴിഞ്ഞാൽ ആരുടെയാണോ ഒരു കോശം എടുത്താൽ ആരുടെ കോശമാണോ എടുത്ത് അയാളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാക്കാൻ പറ്റും. അയാളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ്. അതെങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാക്കുന്നതിന് ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ, കോശം എടുത്തിട്ട് ആദ്യം അതിനെ അങ്ങ് ഉറക്കണം. ഇവിടെയാണ് നമ്മുടെ വിൽമുട്ട് വിജയിച്ചത്. പോഷകാഹാരം കോശം ഇതിങ്ങനെ ആഹാരം ലഭിക്കുന്ന അനുസരിച്ച് വളരുകയും പെരുകുകയും ചെയ്യുന്നതാണ്. അപ്പം ഇതിന് ആഹാരം കൊടുക്കാതെ ഇതിനെ ഉറക്കിക്കിടത്തുക, ഇവിടെയാണ് വിൽമുട്ട്, ഇയോൺ വിൽമുട്ട് വിജയിച്ചത് ഈ ഭാഗത്താണ്. അദ്ദേഹം അതിന് ആദ്യം അങ്ങ് എന്ത് ചെയ്തു, ഈ ഉറക്കിക്കിടത്തി. ആഹാരങ്ങൾ പോഷകാഹാരങ്ങൾ കൊടുത്ത് കുറച്ച് അദ്ദേഹത്തെ ഉറക്കിയതിന് ശേഷം അതിനെ പ്രവർത്തനരഹിതമാക്കിയതിന് ശേഷം പിന്നീട് അതിനെ മറ്റൊരു ജീവിയുടെ അണ്ടം എടുക്കണം. ക്ലോണിംഗ് എന്ന് പറയുമ്പോഴും സ്ത്രീ വേണം, സ്ത്രീ ഇല്ല നടക്കൂല. ഇന്നാ ഖലഖ്നാഹും മിൻ ദക്കരിൻ വ ഉൻസ. ഇത് ഖൽഖാണോ അതല്ല വെറും തസ്വീർ മാത്രമാണോ എന്നുള്ള ചർച്ചയൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുക. പടച്ചോന്റെ ഖൽഖിനോടുള്ള വെല്ലുവിളിയാണോ? ഒരിക്കലും വെല്ലുവിളിയാകുന്നില്ല. സ്ത്രീ ഇല്ലാതെ പുരുഷനില്ലാതെ എന്തില്ല ഉണ്ടാവില്ല. പുരുഷനിൽ നിന്ന് സെല്ലെടുത്താൽ സ്ത്രീ വേണം. സ്ത്രീയിൽ നിന്ന് സെല്ലെടുക്കുകയാണെങ്കിൽ അപ്പോൾ വേറൊരു സ്ത്രീ എന്ത് ചെയ്യാം, അതേ സ്ത്രീയുടെയോ മറ്റൊരു സ്ത്രീയുടെയോ എന്ത് ചെയ്യാം, എന്താകാം. എന്തായാലും എന്ത് വേണം, ഒരു കോശം വേണം, അണ്ടവും വേണം. ഇതിനെ വഹിക്കാൻ ഒരു വാടക ഗർഭപാത്രവും വേണം. ഈ രണ്ടും കൂടെ സംയോജിപ്പിച്ചതിന് ഏകദേശം ടെസ്റ്റ് ട്യൂബിൽ വരുന്ന അതേ നിയമങ്ങളാണ് ഇവിടെ വരിക. ഇപ്പോൾ ഒരു സെല്ലെടുത്ത് അതിൻ്റെ DNA അതിനെ ഉറക്കിയതിന് ശേഷം മറ്റൊരു അണ്ടം, സ്ത്രീയുടെ അണ്ടം എടുത്ത് ജീവനോടെ വളർത്തിയിട്ട് പിന്നീട് ഇതിലെ DNA അങ്ങ് നീക്കം ചെയ്യും, ന്യൂക്ലിയസ് നീക്കം ചെയ്യും. എന്നിട്ട് വൈദ്യുതി സ്പാർക്കിലൂടെ ഈ രണ്ടും തമ്മിൽ, അണ്ടവും ബീജവും തമ്മിൽ സംയോജിപ്പിച്ചിട്ട് പിന്നീട് അതൊരു കൃത്യമായൊരു വളർച്ച, ഒരു 6 മാസം വരെ പ്രത്യേക സജ്ജീകരണത്തിൽ ട്യൂബിലൂടെയും മറ്റും അതിനെ വളർത്തിയെടുത്തതിന് ശേഷം മറ്റൊരു ഗർഭപാത്രത്തിൽ അതിനെ നിക്ഷേപിച്ച് വളർത്തിയെടുത്ത് സ്വാഭാവികമായ പ്രസവം. ഇതാണ് ക്ലോണിൻ്റെ ഒരു രീതി. ഇയോൺ വിൽമുട്ട് ഇത് ചെയ്തത് ടോളി എന്ന ആട്ടിൻകുട്ടിയിലൂടെ നിർമ്മിച്ചപ്പോൾ ലോകമൊക്കെ അത്ഭുതപ്പെട്ടു. ചിലർ പറഞ്ഞു ഇസ്ലാമിനെ തന്നെ വെല്ലുവിളിക്കുകയാണ്, ഒരു പടച്ചോൻ എന്ന് പറയുന്ന ഒന്നില്ല, മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും ജീവികളെ എന്നൊക്കെ പറഞ്ഞു. വിവരക്കേട്. എന്താണ് ഖൽഖ് എന്നോ മറ്റോ അറിയാതെ പടച്ചോൻ പറഞ്ഞ ഒരു ഈച്ചയെ പോലും നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്നും ഖുർആൻ പറയുന്നതും ഇസ്ലാം വെല്ലുവിളിക്കുന്നതും തന്നെയാണ്. ഈ അണ്ടവും ബീജവും ഇതൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു ഈച്ചയെങ്കിലും കഴിയില്ല. ഒരു ഈച്ചയെ പോലും അവർക്ക് നിർമ്മിക്കാൻ കഴിയില്ല. പടച്ചോൻ നിർമ്മിച്ച അണ്ടം, പടച്ചോൻ നിർമ്മിച്ച സെല്ല്, ഈ സെല്ലിൽ തന്നെ പടച്ചോൻ ആക്കിയിരിക്കുക. ഈ കോശം ഓരോന്നും ഓരോ ജീവിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഈ ഓരോ കോശത്തിനകത്തും ഞാൻ വലിയൊരു ലോകത്തെ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പടച്ചോൻ വിൽമുട്ടിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. പടച്ചോന്റെ കുദ്റത്ത് വെളിപ്പെട്ടു, അത്രയേ ഉള്ളൂ. ശരി, എന്തോ ആയിക്കോട്ടെ. ഇവിടെ നിയമം എന്താ? 3 രൂപങ്ങളുണ്ട്. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, കർമ്മശാസ്ത്ര നിയമങ്ങളിലേക്ക് വരാം. 3 നിയമങ്ങളുണ്ട്. പുരുഷന്റെ കോശമാണ് എടുത്തതെങ്കിൽ പുരുഷന്റെ കോശം ഒരു സ്ത്രീയുടെ അണ്ടം 2 വേണം. ഇനി ഇത് രണ്ടും കൂടെ വളർത്തിയിട്ട് ഇതിനെ നിക്ഷേപിച്ചത് അതേ സ്ത്രീയിൽ തന്നെയാണോ വേറെ മൂന്നാമതൊരു സ്ത്രീയിലാണോ എന്നുള്ളത് കൂടെ നോക്കണം. ഇത് ഒന്ന് ശ്രദ്ധിക്കണേ, എന്നാലേ എന്ത് ചെയ്യുള്ളൂ ഞാൻ പറയുന്ന രൂപം മനസ്സിലാകും. ഇപ്പോൾ ഒരു പുരുഷൻ്റെ കോശം എടുത്തു, അത് ഒരു സ്ത്രീയുടെ അണ്ടം എടുത്തു, ഇത് തമ്മിൽ എന്ത് സംയോജിപ്പിച്ചു, ഈ പറയപ്പെട്ട രൂപത്തിൽ സംയോജിപ്പിച്ച് 6 മാസം കഴിഞ്ഞ് ഇതിനെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർത്തണം. അത് ഈ അണ്ടത്തിൻ്റെ ഉടമയായ സ്ത്രീ തന്നെയാകാം, അല്ലെങ്കിൽ മൂന്നാമതൊരാളാകാം. ഇത് ഒരു രൂപം. ഇവിടെ ഈ സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നമുക്കിവിടെ പ്രശ്നമേ വരുന്നില്ല. യജൂസ് ശറ അനുവദിച്ചിരിക്കുന്നു, ഇലാജിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹി ഇബാറത്തുകളും ഹദീസും അത് തുടങ്ങിയുള്ള പൊതു നിയമങ്ങൾ ശറയുടെ ഫിഖ്ഹിൻ്റെ ഖവായിദ് കുല്ലിയായൊക്കെ ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിൽ കുഴപ്പമില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലല്ല. കഴിഞ്ഞു.
ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലല്ല, മറിച്ച് അന്യ സ്ത്രീയിലാണ് ഇതെന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നതെങ്കിൽ അപ്പോൾ വ്യഭിചാരത്തിൻ്റെ കുറ്റമാണ്. കാരണം വാടക ഗർഭപാത്രത്തിൻ്റെ സ്ഥാനത്തായി ലാ യസ്കി അഹദുക്കും ഹർസഹു ലാ യസ്കി അഹദഹും ഹർസ ഗൈരിഹി, മറ്റൊരാളുടെ കൃഷിഭൂമിയിൽ പോയി വെള്ളം നനയ്ക്കാൻ പറ്റൂല. ഇവിടെ ഇവൻ്റെ ബീജം വേറെ എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്, പാടില്ല. അത് ശറയിൽ അനുവദനീയമല്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ ആ കുട്ടിയുടെ ഉമ്മയാര്? മൻ വലതെത്തുക, നിന്നെ പ്രസവിച്ചവൾ. പക്ഷേ അവൾ തന്നെയാണ് അണ്ടത്തിൻ്റെ ഉടമയെങ്കിൽ, ഗർഭം ചുമന്നവൾ തന്നെയാണ് അണ്ടത്തിൻ്റെ ഉടമയെങ്കിൽ അവളാണ് ഉമ്മ. പക്ഷെ അണ്ടത്തിൻ്റെ ഉടമ അവളല്ല എങ്കിലോ? അവിടെ നോക്കിയേ, മഹാനായ ഇമാം ബുജൈരിമി ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. വളരെ എത്രത്തോളം അത്ഭുതകരമായി ഒരു കാലഘട്ടത്തിൽ ഈ മസലകളൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ നമ്മളെ കളിയാക്കിയതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഇമാമ് പെട്ടെന്ന് പെണ്ണായാൽ എന്ത് ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കിയ ആൾക്കാർ ഇപ്പം ആവശ്യം വരുന്നു. ആധുനിക നിയമങ്ങൾ പറയുന്ന ഘട്ടത്തിൽ ഈ ഫുഖഹായിന്റെ കലാം എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നു. ഇമാം ഷബ്റാ മല്ലിസി പറയുന്നു, നോക്കിയേ, ലൗ അൽഖത്ത്, ആ ഇബാറത്തല്ലോ ശ്രദ്ധിക്കുക, ലൗ അൽഖത്ത് ഇംറഅത്തുൻ മുലുഗത്തൻ, ഒരു സ്ത്രീ ഒരു മുലുഗത്ത്, ഒരു മാംസപിണ്ഡത്തെ പ്രസവിച്ചു. മാംസപിണ്ഡം ഔ അലക്കത്തൻ, അല്ലെ രക്തക്കട്ടയെ പ്രസവിച്ചു. വേറൊരു പെണ്ണ് അവൾ പ്രസവിച്ച ഉടനെ വേറൊരു പെണ്ണ് അതെടുത്ത് തൻ്റെ ഗർഭാശയത്തിലേക്ക് ഉള്ളിലേക്ക് കയറ്റി. ഇവള് പ്രസവിച്ച മുലുകത്ത്, ഇവളുടെ അലക്കത്ത് മറ്റൊരുത്തി എടുത്ത് തനിക്ക് ഇസ്തിഖ്ലാൽ ചെയ്തു എങ്കിൽ ഫഹല്ലത്തുഹൽ ഹയാത്ത്, അവളുടെ ഗർഭപാത്രത്തിൽ വന്ന ഉടനെ അതിൽ ഹയാത്ത് വരികയും അത് ജനിച്ച് കുട്ടിയായി വളരുകയും ചെയ്യും. ഇപ്പം ആരാണ് ഉമ്മ? ആരാണ് ഉമ്മ എന്ന് പറയുന്നവിടെ എന്താ പറയുന്നത് നോക്കിയേ, ഹത്താ വളഅത്തുഹൽ മർഅത്തു വലദൻ ലാ യകൂനു ഇബ്നല്ലി താനിയ, പ്രസവിച്ചവളുടെ മോനല്ല ആ കുട്ടി. കാരണം എന്തല്ല, അവളുടെ എല്ലാ സാധനം വേറൊരുത്തിയുടെ എടുത്ത് ഇവളുടെ ഗർഭാശയത്തിലിട്ടതാണ്. ലാ തകൂനു, എങ്ങനെ പറയുന്നു, ലാ യകൂനു ഇബ്നല്ലി താനിയ. ശരി, അപ്പൊ പിന്നെ അവളുടെയാകുമോ? ഈ അണ്ടത്തിന്റെ ഉടമയായ അവളുടെ മോനാണോ? അവിടെയും പറ്റൂല. അവിടെ നോക്കിയ പറയുന്ന അടുത്ത് പറയുന്നത് വലാ തസീറു മുസ്തൗലിദത്തൻ ലിൽ വാതിഇ ലൗ കാനത അമത്തൻ ലിഅന്നൽ വലദ ലം യൻഅഖിദ് മിൻ മനിയിൽ വാതിഇ വമനിയിഹ ബൽ മിൻ മനിയിൽ വാതി വൽ മൗതുഅതി ഫഹുവ വലദുൽ ലഹുമാ എന്ന് പറഞ്ഞിട്ട് വയംബഗി അല്ലാ തസീറൽ ഊല മുസ്തൗലിദത്തൻ ബിഹി, ആദ്യത്തവളും എന്തല്ല, ഉമ്മയല്ല, അണ്ടത്തിൻ്റെ ഉടമയും ഉമ്മയല്ല. കാരണം ഹൈസു ലം യഖ്റുജ് മിൻഹാ മുസവ്വറ, മനുഷ്യരൂപത്തിൽ അവളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല, രൂപാന്തരം പെട്ടെന്നില്ല, പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പം ഇവനിക്ക് ഉമ്മയില്ല എന്നർത്ഥം. ഈ കുട്ടിക്കാരില്ല, ഉമ്മയില്ല, പ്രസവിച്ചവളും ഉമ്മയല്ല, അണ്ടത്തിൻ്റെ ഉടമയും ഉമ്മയല്ല. അപ്പോൾ കോശത്തിൻ്റെ ഉടമ വാപ്പ കഴിഞ്ഞു, വാപ്പയുണ്ട്. ഇനി ഉമ്മയുണ്ട്, വാപ്പയില്ല, അല്ല ഉമ്മയില്ല വാപ്പയുണ്ട് എന്നുള്ള രൂപം. ഇത് സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഉമ്മയും വാപ്പയും ഒരുപോലെ ഉണ്ടാവും. ഇതല്ലാതെ ഒരു സ്ത്രീയുടെ കോശമെടുത്ത് അവളുടെ ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ചു, ഇപ്പൊ വാപ്പയില്ല ഉമ്മയുണ്ട്. ഒരു സ്ത്രീയുടെ കോശമെടുത്ത് അവളുടെ അണ്ടവുമായി യോജിപ്പിച്ച് അവളുടെ ഗർഭത്തിൽ തന്നെ എന്ത് ചെയ്തു ആക്കി, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉമ്മയുണ്ട്, വാപ്പയില്ല. ഈ വിഷയങ്ങളൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ ഇബാറത്തുകൾ നിങ്ങൾ ഷബ്റാ മല്ലിസി 2ാം ഭാഗം 230 പേജിലും, അതുപോലെ ബുജൈരിമി ഇഖ്റാഇൻ്റെ ഷർഹ് ബുജൈരിമി 4ാം ഭാഗം 390 പേജിലും തുടങ്ങിയുള്ള, അതുപോലെ ഷെർവാനി 8ാം വാള്യം 231 തുടങ്ങിയ പേജുകളിലൊക്കെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് കിട്ടുന്ന ആ കിതാബിൽ പൂർണ്ണമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ജീവനുള്ള മനുഷ്യൻ്റെ അവയവം എടുത്തു മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറഞ്ഞത് മരിച്ച ആളുടെ അവയവം എടുത്തു മാറ്റി വയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ ജീവനുള്ള ആളുടെ, ഞങ്ങൾ അവയവ ശസ്ത്രക്രിയ എന്ന വിഷയം ആയതുകൊണ്ട് അതിലേക്ക് വന്നതാണ്. ഈ വിഷയം ശേഷം ബന്ധപ്പെടുന്നുണ്ട്. അവയവം
വിൽക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യാമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ വരുന്നത്. ജീവനുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നും എടുക്കണമെങ്കിൽ അയാൾ അനുവദിക്കണം. അനുവദിക്കുന്ന ഒന്നുകിൽ അയാൾ വിൽക്കണം, അല്ലെങ്കിൽ അയാൾ ദാനം ചെയ്യണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ വിഷയം വരുന്നത്. ആ വിഷയത്തിലേക്ക് മറ്റൊരാളുടെ വിഷയത്തിൽ ഞാൻ തലയിടണോ? വേണ്ട. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത സെഷനിലേക്ക് അതിൻ്റെ ഉത്തരം മാറ്റി വെച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.